അഖിലവും കാക്കുന്ന പൊരുളിന്റെ അവതാരം അനുദിനം പാടാനൊരുങ്ങിടുമ്പോൾ അറിവായഴകാൻ എന്നിലേക്കൊഴുകുന്നു അറിയാത്തൊരേതോ ചൈതന്യപൂരം അറിയാത്തൊരേതോ ചൈതന്യപൂരം. മഹാദാനം എന്ന് പറയും പോലെ നമ്മളൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് നന്മ പ്രവൃത്തിയായിട്ട് ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങൾ അവർക്ക് വേണ്ടി അന്നദാനമുള്ള കിറ്റുകൾ തന്ന് നമ്മൾ അവരെ ഓരോ വീടുകളിലും പോയി നമ്മൾ കൊണ്ടുകൊടുക്കുകയാണ്. നമ്മുടെ പ്രവർത്തന രേഖ എന്ന് പറയുന്നത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ 18 വാർഡുകളാണ്. അതിനു മുമ്പ് ഈ അന്നം കൊടുത്തു വരുന്നത് രഹസ്യമായിട്ട് ഓരോ വീടുകളിൽ കൊടുത്തുവരികയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു കൂട്ടി 10 പേരെ അടങ്ങുന്ന ഒരു സംവിധാനം ചെയ്തുകൊണ്ട് അവർ തരുന്ന കാശ് വാങ്ങിച്ച് നമ്മൾ ഇതിനകം ഏകദേശം 175 പേർക്ക് മുന്നിൽ നമ്മളെ സൗഹൃദ കൂട്ടായ്മയുടെ കഴിവുകൊണ്ട് അംഗങ്ങളുടെ സ്നേഹം കൊണ്ട് വെള്ളനാട് സൗഹൃദ കൂട്ടായ്മ പോലുള്ള വിവിധ തരത്തിലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ടുമാണ് നമ്മുടെ സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾക്കും മറ്റു സഹായങ്ങൾക്കും പുറമെ ഈ സംഘടനകൾ കൂടെ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഈ കാര്യങ്ങൾ നമ്മുടെ ചികിത്സാ സഹായങ്ങളും മറ്റു സഹായങ്ങളും ആഹാരം പോലെയുള്ള അല്ലെങ്കിൽ വസ്ത്രം മറ്റു കാര്യങ്ങൾ പോലെ പാർപ്പിടം പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ അസുഖം എന്താണെന്ന് അറിയില്ല വിധത്തിലുള്ള അത് ചെറിയ അസുഖമായിക്കോട്ടെ വലിയ അസുഖമായിക്കോട്ടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഏത് സാധാരണക്കാരനായിക്കോട്ടെ പാവപ്പെട്ട പിന്നെ പണക്കാരനായിക്കോട്ടെ ഒരു അസുഖം ഒരു കുടുംബത്തിലുണ്ട് ഒരിക്കലും ഒരു വീട്ടിലൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് വെച്ചാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പോലൊരു സന്യാസി വരിക കേരളത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് പറയേണ്ടി വന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അന്ന് നിന്ന ഉച്ചനീതികൾക്കെതിരെ ജാതി വ്യവസ്ഥകൾക്കെതിരെ വഴി നടക്കാനുള്ള അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിനെതിരെ അതിന്റെ ജീർണിച്ച മുഖത്ത് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് പോലൊരു മഹായോഗ്യൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് സുഖമില്ലാത്ത ആളുകൾ, ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാത്ത ആളുകളെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ സംഘടനയ്ക്ക് കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി വെള്ളനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടന എല്ലാവരും വളരെ കൂട്ടായ്മയായിട്ടൊക്കെ 100% സഹകരിക്കുവാൻ താല്പര്യവും മനസ്സുമുള്ള ആളാണ്. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് PSK ചെയ്തിട്ടുള്ളത്. നമ്മുടെ അശ്വിനെ പോലെയുള്ള മിടുക്കന്മാർക്ക് ഭാവി ഇവിടെ വാഗ്ദാനങ്ങളായ ആ കൊച്ചുകൂട്ടുകാരെ ആദരിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ 2-3 മിടുക്കം